നമസ്കാരം, ഡോക്ടർ അൽഫിനെയാണ്. തൈറോയ്ഡ് സർജറി ചെയ്ത് റിമൂവ് ചെയ്തവരാണോ നിങ്ങൾ? അതിനുശേഷം ഈ സർജറിക്ക് ശേഷം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഒട്ടുമിക്ക ആളുകളും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ ഇതുപോലെ ഒരാളുണ്ട്. കംപ്ലീറ്റ് തൈറോയ്ഡക്ടമി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളാണോ നിങ്ങൾക്കുള്ളത്? ഒന്ന് കേട്ടു നോക്കാം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ദിൽഷ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു 2023 തൈറോയ്ഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ആർട്ടിക്കേറിയ അലർജി വന്നപ്പോൾ ചൊറിഞ്ഞതടിക്കുന്ന അലർജി വന്നു കഴിഞ്ഞപ്പം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, സ്കിന്നിന്റെ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തൈറോയ്ഡ് ഉണ്ടെന്ന് മനസ്സിലായി, കുറയാതെ വന്നപ്പോൾ. അപ്പം നേരെ പിന്നെ സർജനെ കണ്ടുപിടിച്ച ഒരു വർഷത്തിനുള്ളിൽ തൈറോയിഡിന്റെ സർജറിയും കഴിഞ്ഞു. തൈറോയ്ഡ് ഉണ്ടെന്ന് വെച്ചാൽ എന്താ? മഴയായിട്ടായിരുന്നു. TSH വ്യത്യാസം ഉണ്ടായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു. ഹോർമോൺ വേരിയേഷൻ ഉണ്ട്, മഴയുണ്ട്. മഴയുണ്ടായിരുന്നു. മഴ അപ്പൊ ഒത്തിരി പുറത്തേക്ക് വളരുമോ? ഇല്ല, പുറത്തേക്ക് വന്നിട്ടില്ല, അകത്തേക്കായിരുന്നു. അപ്പൊ സൗണ്ടിന് പ്രയാസം ഉണ്ടായിരുന്നോ? വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. തൊണ്ടയ്ക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടോ, സൗണ്ടിനിടയ്ക്ക് ഒരു ഈ ജലദോഷം പിടിച്ച പോലത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് അത് കഫക്കെട്ടിന്റെ എന്ന് വിചാരിച്ചോണ്ടിരുന്നു. അത്രേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത് തൈറോയ്ഡ് ഉണ്ടോന്ന് നോക്കാന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് തൈറോയ്ഡ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ സർജൻ ഉണ്ടായിരുന്നു. സർജനെ കണ്ടപ്പോഴാണ് മുഴയുണ്ടെന്ന് മനസ്സിലായത്. കഴുത്ത് പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മുഴയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പം തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് FNAC ചെയ്തു. FNAC ചെയ്തപ്പോഴൊക്കെ അത്യാവശ്യം 8-9 മുഴയെങ്ങാണ്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷെ വളരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. പിന്നെ ഏകദേശം കണ്ടുപിടിച്ച ഒരു വർഷത്തിനുള്ളിൽ സർജറിയും ചെയ്തു. 2025 ജനുവരിയിലായിരുന്നു സർജറി. അപ്പൊ ഈ സർജറിക്ക് ശേഷം ശരീരത്തിന് എന്തൊക്കെയാ മാറ്റങ്ങൾ? സർജറിക്ക് ആദ്യം 2-3 മാസം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പതിയെ ക്ഷീണം തുടങ്ങി. പിന്നെ ക്ഷീണം വന്ന തലകറക്കം പോലെ വരിക, വോമിറ്റിങ് വരിക, BP അങ്ങ് പിടുത്തം വിട്ടു, കൂടാൻ തുടങ്ങി. പിന്നെ ശരീരം അല്ലാണ്ട് വണ്ണം വെക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വയറിനൊക്കെ പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു. മാനസികമായിട്ട് പ്രശ്നമാണ്. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തം പോയില്ലേ മാനസികമായിട്ട്. അപ്പൊ അങ്ങനെ പ്രശ്നം. പിന്നെ തലവേദന വരിക, അങ്ങനെ ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മാസം സർജറി കഴിഞ്ഞ് കൃത്യം 10-ാം മാസമാണ് ഞാൻ ഡോക്ടറെ വീഡിയോ കണ്ടിട്ട് ഇവിടെ എത്തുന്നത്. അപ്പത്തേക്കും സർജറി കഴിഞ്ഞ് പോയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് 2 ആഴ്ച മരുന്നെടുത്തപ്പോ തന്നെ നമ്മുടെ TSH, ഈ സർജറി കഴിഞ്ഞിട്ട് TSH കൂടുന്നുണ്ടായിരുന്നു. ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. ആദ്യം 100 ആയിരുന്നു, പിന്നെ 112 പിന്നെ 125. അത് കഴിഞ്ഞ ഒരു 150 കുറച്ച് ദിവസം എടുത്തായിരുന്നു. പിന്നെ 125 തിരിച്ചു വന്നു കുറഞ്ഞു കഴിഞ്ഞപ്പം. കയറി നിൽക്കുമായിരുന്നു, കുറയുന്നില്ല. TSH എനിക്ക് തോന്നുന്ന ഒരു 35 വരെയൊക്കെ പോയായിരുന്നു ഇത് 125 കഴിച്ചിട്ട്. അപ്പൊ ഓഫ്കോഴ്സ് 150 ആക്കാതെ 200 പറ്റില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഒരു 150 എടുത്തു, എന്നിട്ട് കുറയുമ്പോ പിന്നെ ഡോസ് താഴ്ത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോ 125 വന്നു. ആ 125 ഡോസിലാണ് ഞാൻ ഡോക്ടറെ അടുത്ത് ഇവിടെ എത്തുന്നത്. അപ്പോഴും TSH ഹൈ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി. എന്നിട്ട് ഒരു നവംബർ 20-ാം തീയതിയാണ് ഇവിടെ വന്നിട്ട് ഡോക്ടറെ കാണുന്നത്. 2 ആഴ്ച മരുന്നെടുത്തേക്കും TSH ഏകദേശം നോർമലായി തുടങ്ങി, വെയിറ്റ് കുറയാൻ തുടങ്ങി, പിന്നെ ക്ഷീണം കുറയാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പം 4 മാസം ആവുന്നു, പക്ഷെ ക്ഷീണമൊക്കെ ഏകദേശം കംപ്ലീറ്റ് കുറഞ്ഞു. വെയിറ്റ് ഞാൻ വരുമ്പോ ഇവിടെ 93 കിലോ അടുത്തങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ 75.5, അത്രയും കുറഞ്ഞു. അതെ. പിന്നെ തൈറോയിഡിന്റെ ഗുളികയുടെ അവസ്ഥ എന്തായി? ഇപ്പൊ 75-ലെത്തി. തൈറോയിഡ് 75-ലേക്ക് എത്തി. 125-ന് 75-ലെത്തി. പിന്നെ എനിക്ക് BP അന്ന് എനിക്ക് തോന്നുന്നത് 100-200 ആ സംതിങ് ഒക്കെ ആയിരുന്നു BP. ഇപ്പൊ എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോ 70-110. 110-70 ആ റേഞ്ചിലെത്തി. പിന്നെ മരുന്ന് പണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു? ഇല്ല, കൂടുമ്പോ ഒരാഴ്ചയൊക്കെ കഴിക്കുമായിരുന്നു. സ്ഥിരം കഴിക്കില്ലായിരുന്നു. എനിക്ക് തോന്നിയായിരുന്നു ചിലപ്പോ സ്ഥിരം ആക്കേണ്ടി വരും, അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. പിന്നെ വണ്ണം വെച്ചിട്ടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതൊക്കെ കുറഞ്ഞ് ഇപ്പൊ ഈ ലെവലിലെത്തി. ഇത്ര ലെവലിൽ എത്തുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതെ, 125 കഴിച്ചിട്ട് TSH 30 ആയിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മള് 2 സംതിങ്ങിലേക്ക് എത്തി TSH. തൈറോയ്ഡക്ടമി കഴിഞ്ഞതുകൊണ്ട് നിർത്തി തരാൻ ഒരു മാക്സിമം ഡോസ് കുറച്ച്. അത് നമ്മൾ വീഡിയോ കാണാൻ വൈകിപ്പോയി. എല്ലായിരുന്നെങ്കിലും സർജറി ചെയ്യേണ്ടത് വരൂലായിരുന്നു. എന്നിട്ട് എനിക്ക് എന്റെ കൂടെ മമ്മി ഉണ്ടായിരുന്നു. മമ്മിക്ക് കാലുവേദനയായിട്ടാണ് കാലുവേദനയല്ലേ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ കൂടെ വന്നിട്ടാണ് മമ്മിക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ബാക്കി അവിടെ ടെസ്റ്റ് ചെയ്തിട്ടും മമ്മിക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. മമ്മിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് വന്നത്. അങ്ങനെ മമ്മിയും മരുന്ന് കഴിച്ചു. മമ്മിക്കും കുറവുണ്ട്, എനിക്കും നല്ലോണം. തൈറോയ്ഡക്ടമി കഴിഞ്ഞു,
പിന്നെയുള്ള ബുദ്ധിമുട്ടുകൾ ആര് നോക്കും? അറിയില്ല. ഇത് ക്ഷീണം കൊണ്ട് നമുക്ക് എണീക്കാൻ പറ്റില്ല. ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും കിടന്നുറങ്ങണം എന്നല്ല, ഇതാ ഉച്ച കഴിഞ്ഞാലും ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത പോലെ അവസ്ഥ. അതെ, പിന്നെ മാനസികമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പൊ മനസ്സിന് എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല സന്തോഷം മനസ്സിന്. നമുക്ക് ഈ ക്ഷീണം ഇല്ലാണ്ട് തന്നെ എണീറ്റ് നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമല്ലേ. ജോലിയെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് വരുമ്പോൾ ഡിസ്ക് ബൾജും വേദനയെല്ലാം ഉണ്ടായിരുന്നു നടുവിന്. അതും ഏകദേശം കുറഞ്ഞ എനിക്ക് പണികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഈ തൈറോയിഡക്ടമി കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറോട് പോയി പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് TSH എന്താ മാറാത്ത, ഇത്രയും ഡോസിൽ മരുന്ന് എടുത്തിട്ട് മാറാത്തെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്നെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമാണല്ലോ നമുക്ക് വെള്ളമാണെങ്കിലും കുടിക്കാൻ പറ്റില്ല, അപ്പൊ ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. മരുന്ന് മുടക്കിയിട്ടുമില്ല, 2 മണിക്കൂറേലും കഴിയാണ്ട് ഭക്ഷണം കഴിച്ചിട്ടുമില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്നിട്ടും കാരണം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കിങ്ങനെ വെയിറ്റ് കൂടുന്നുണ്ട് സർജറിക്ക് ശേഷം, നല്ലോണം വെയിറ്റ് ആയി വരുന്ന ഡോക്ടർ, അത് എക്സർസൈസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നിയായിരുന്നു എക്സർസൈസിന്റെ ഒന്നല്ല, എന്തായാലും തൈറോയിഡിന്റെ തന്നെ ആയിരിക്കും ഈ വെയിറ്റ് കൂടാൻ കാരണം. പീരിയഡ്സിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ചെറിയ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം വേദന ബുദ്ധിമുട്ട് ഇല്ല, നോർമലായി. പിന്നെ എനിക്കിങ്ങനെ ഇടയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ വരുക, അങ്ങനത്തെ അതൊന്നും ഇപ്പൊ ഇല്ല. ഗ്യാസിന്റെ ഇഷ്യൂസ് ഗ്യാസ് ഭയങ്കരമായിരുന്നു, ഗ്യാസ് ഇല്ല. കുറെ ഡോക്ടർ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇത്രയൊക്കെ രോഗം എനിക്കുണ്ടായിരുന്നു. മറന്നുപോയി. അതിന് വലിയൊരു ആശ്വാസമല്ലേ? രാത്രി ഉറക്കം എങ്ങനെയാ? ഉറക്കം നല്ലോണം ഉണ്ട്. പണ്ടും ഉറക്കം ഉണ്ടെങ്കിലും പകലായിരുന്നു ക്ഷീണം കൂടുതൽ. രാത്രി ഉറക്കം പഴയ ഉറക്കം ഒരു ബോധം കെട്ട ഉറക്കമായിരുന്നു. അങ്ങനത്തെ ഉറക്കമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് രാവിലെ എണീറ്റാണേലും അങ്ങനത്തെ ക്ഷീണങ്ങളൊന്നുമില്ല, ഉറങ്ങണം കിടക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. മറ്റേ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. അതൊക്കെ അങ്ങോട്ട് മൊത്തത്തില് ഒരു 90% മാറി എന്ന് തന്നെ പറയാം. ഇത് സൂക്ഷിക്കാന്നുള്ളതാണ്, മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ഇത് ഇല്ലല്ലോ, തൈറോയ്ഡ് ഇല്ലല്ലോ. ശരിക്കും ഈ ഡ്രെയിനേജ് സിസ്റ്റം വർക്ക് ചെയ്യണം, അതുകൊണ്ടാണ് നീർക്കെട്ട് മാറാത്തത്. സെല്ലുലാർ ഡ്രെയിനേജ് നടക്കണമെങ്കിൽ തൈറോയ്ഡ് നമുക്ക് വേണം. തൈറോയ്ഡ് നമ്മുടെ ഒരു പമ്പ് പോലെയാണ്, മോട്ടോർ പോലെയാണ്. ഇത് പ്രവർത്തിച്ചാലല്ലേ ഇതെല്ലാം എടുത്ത് കളയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് നമുക്ക് ഇച്ചിരി മെയിൻ്റനൻസ് ടാസ്ക് ആണ്. അത് കൃത്യമായിട്ട് ചെയ്താൽ മതി. സപ്പോർട്ട് നീർക്കെട്ടായിരുന്നു എന്റെ പ്രധാന പ്രശ്നം. മൊത്തത്തിൽ ബോഡിയിൽ ഭയങ്കര നീർക്കെട്ടായിരുന്നു. അപ്പൊ ആ തൈറോയ്ഡ് വെയിറ്റ് ആണ് പോയത് മുഴുവൻ, അല്ലാണ്ട് കൊഴുപ്പൊന്നും പോയിട്ടില്ല. ഇനിയുണ്ട് വെയിറ്റ് കുറയാൻ. ഒരു 68 കിലോയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇനി. അതിന് നമ്മൾ കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുത്താണ്. ഇനീഷ്യൽ സ്റ്റേജ് നമ്മുടെ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാന്നുള്ളത് മാത്രമേ. അത് ഞാൻ പറഞ്ഞുതരാം. അത് ആ കൃത്യമായ ഇടവേളകളിൽ 1-2 ആഴ്ച മരുന്ന് കഴിച്ച് സപ്പോർട്ട് ചെയ്താൽ ഇത് നമുക്ക് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻഫ്ലമേഷൻ, അതായത് ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയം, വൈറൽ ഇൻഫെക്ഷൻസ് ആണല്ലോ ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ കൂടും. അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പറയണ പോലെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അത് അതോടുകൂടി തീർന്നു. പിന്നെ ബാക്ക് ടു നമ്മൾ നോർമൽ ലൈഫിലേക്ക് ആയി. ആ ഒരു 1-2 ആഴ്ച ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ചില ആളുകൾ വിചാരിക്കുന്നത് തൈറോയ്ഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഒപ്പം മാറിക്കോളും എന്നാണ്. അങ്ങനെ അല്ലാന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഈവൻ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായിട്ടാണ് തൈറോയ്ഡ് സർജറി കഴിഞ്ഞതെങ്കിൽ പോലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മുന്നോട്ടുണ്ട്. അപ്പൊ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ പറയും. ഇത് രണ്ടും ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകൾ മാറുമോ? നിങ്ങളുടെ വണ്ണം കുറയുമോ? ഇത് കൊഴുപ്പാണോ അടിഞ്ഞുകൂടിയിരിക്കണേ? അല്ല, നീർക്കെട്ടുകളാണ്. അപ്പൊ ഇതിനെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റും. താങ്ക് യു.